തൃപ്തിയില്ല എന്ന് പറഞ്ഞില്ല. അവർ കണ്ടെത്താത്ത ചില പോയിന്റിലേക്ക് ഞാൻ അവരെ വിരൽ ചൂണ്ടിയെന്നുള്ളൂ. അതിനുള്ള അവസരം നമുക്ക് കിട്ടിയില്ലോ. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലോക്കൽ ആൾക്കാർ ലവ് ജിഹാദ്, മറ്റ് ദേശങ്ങളിൽ ബാംഗ്ലൂർ, ചെന്നൈയിൽ, ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ കഥകൾ പറയുമ്പോൾ നമ്മൾ പറയുന്നതിന് വിലയില്ലല്ലോ. അപ്പോൾ നമുക്ക് അവൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, തീർച്ചയായിട്ടും എന്നെ വിളിച്ചാൽ ഞാനുമായിട്ട് എന്തെങ്കിലും സാഹചര്യത്തിൽ ബന്ധപ്പെടാനുള്ള അവസരം അവൾക്ക് കിട്ടിയാൽ. ഏതാണ്ട് ആദ്യകാലങ്ങളിൽ തന്നെ ഇവൾ മിസ്സായതാണ്, ഇപ്പോൾ പോയതുമാണ്, ആൾ പോയതുമാണ്. ആ സമയത്തൊന്നും പറയാൻ പറ്റില്ല. അതിലപ്പുറത്തുള്ള അന്വേഷണമാണ്. അപ്പം നമ്മൾ കറക്റ്റാണ് ആകാൻ വേണ്ടി ഞാൻ ബാംഗ്ലൂർ പോയി പോളിഗ്രാഫും ബ്രെയിൻ മാപ്പിങ്ങും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഞാൻ തന്നെ എൻ്റെ ഭാഗം കറക്റ്റാക്കിയിട്ടാണ് എനിക്ക് മറ്റുള്ളവർക്ക് ചൂണ്ടാൻ പറ്റുള്ളൂ. അതാണ് മിസ്റ്റേക്ക് പറ്റിയത്. അതെല്ലാവരും പെൻഷൻ ആകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്നൊരു വാക്കേ പുള്ളി പറഞ്ഞിട്ടുള്ളൂ. അന്വേഷിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അവരാരും നമ്മളിപ്പോൾ ചിന്തിച്ച പോയിന്റിലേക്ക് അവരാരും എത്തിയില്ല. ആദ്യകാലങ്ങളിൽ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. ദിവസങ്ങൾ വൈകുന്നതനുസരിച്ച് ആൾ ഭയപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. എത്തിയിരിക്കാം. അതാണല്ലോ പലയിടത്തും അജ്ഞാത ജഡങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളെ വിളിച്ച് പറഞ്ഞത്. മൊത്തം പറയാൻ പറ്റില്ല. അല്പം കൂടെ സൂചനകൾ വെച്ച് നമ്മൾ സംസാരിക്കും. അടുത്ത ദിവസം ഇതെല്ലാം ഉണ്ടാവും. 19-ാം തീയതിക്ക് ശേഷം ബാക്കിയെല്ലാം ഞാൻ പറയാം. അല്ലല്ല, അതും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സുഹൃത്ത് എന്ന് പറയുന്ന ആളെ പോളിഗ്രാഫിന് ബാംഗ്ലൂർ വിധേയനാക്കിയതാ. ആ പുള്ളി കുഴപ്പക്കാരനല്ല. ഞാനും പുള്ളി ഒന്നിച്ചുണ്ടായിരുന്ന. അതല്ല, വേറെയുണ്ട്. അന്വേഷണ റിപ്പോർട്ട് മുഴുവൻ കഴിഞ്ഞ ഒരു മാസം മുമ്പല്ലേ ഞാൻ മേടിച്ചത്. 2024 ഇതുവരെ അന്വേഷിച്ച റിപ്പോർട്ടുകൾ മുഴുവൻ മേടിച്ചത് 2024. ഞാനും നമ്മുടെ ടീമും അത് വെച്ച് പഠിച്ചപ്പോഴാണ് ഇന്ന ലക്ഷ്യത്തിലേക്ക് അന്വേഷണക്കാർ പോയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് കോടതിയിൽ പെറ്റീഷൻ കൊടുത്തത്.